ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഒറ്റയ്ക്കുള്ള ജീവിതം മടുത്തു എനിക്ക്. നിങ്ങൾ കൂടെ ഇല്ലാത്തതിന്റെ ദുഃഖം ഈ വ്യക്തി ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഓവറോൾ എനർജി നോക്കുന്നുണ്ട്. അതുപോലെ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരു സെപ്പറേറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ്, ലെസ് കോണ്ടാക്ട് ആണ്, അങ്ങനത്തെ അവസ്ഥയിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ഈ ഒരു സെക്ഷൻ നോക്കാനായിട്ട് പോകുന്നത്, ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ എന്ത് തിരിച്ചറിവാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ തിരിച്ചറിവാണ് ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിൽ. അങ്ങനെ എന്തെങ്കിലും തിരിച്ചറിവുകൾ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ്, മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. 8 ഓഫ് സോർട്സ് ആണ്. അതായത് ഈ പേഴ്സൺ എപ്പോഴും ഈ പേഴ്സണെ വളരെയധികം ബ്ലോക്ക് ചെയ്യാനായിട്ട് ഈസി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഈ പേഴ്സണെ പുറമേ നിന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇപ്പൊ നിങ്ങളാണെങ്കിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകാം, പെട്ടെന്ന് തന്നെ എന്താ പറയാ, ആള് ഭയങ്കര ഈഗോ ആണ്, അല്ലെങ്കിൽ ആള് തന്നിഷ്ടമാണ്, സെൽഫിഷ് ആണ്, അങ്ങനെയൊക്കെ തോന്നിച്ചിട്ടുണ്ടാകാം ഇപ്പൊ നിങ്ങൾക്കാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും. പക്ഷെ ആക്ച്വലി ഈ പേഴ്സണെ മറ്റുള്ളവര് ട്രീറ്റ് ചെയ്തിട്ടുള്ള രീതി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ആ ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഈ പേഴ്സണെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. മറ്റുള്ളവര് ഈ പേഴ്സണെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുക, മറ്റുള്ളവർ പറയുന്ന രീതിയിൽ കൊണ്ടുവരിക, മാനിപ്പുലേഷൻ ചെയ്യുക, നിങ്ങളെ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുക, നിങ്ങളെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുക, അത് ഈ പേഴ്സണെ പറഞ്ഞ് ആ ഒരു രീതിയിലേക്ക് മാനിപ്പുലേഷൻ ചെയ്യിപ്പിക്കുക. ഇത് നിങ്ങളുടെ ലവർ ആയിരിക്കാം, അല്ലെങ്കിൽ അതായത് കാമുകനായിരിക്കാം, കാമുകിയായിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓർ വൈഫ് ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ ഇത് വളരെയധികം മാനിപ്പുലേഷൻ ചെയ്യാനാണ് മറ്റുള്ളവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഈ പേഴ്സണെ കൊണ്ടിട്ട്. അതും ഏറ്റവും കൂടുതൽ കരുവാക്കിയിരുന്നത്, ടാർഗറ്റ് ചെയ്തിരുന്നത് നിങ്ങളെ തന്നെയാണ്. നിങ്ങളെയും അതുപോലെ നിങ്ങളുടെ സ്നേഹത്തെയുമാണ് മറ്റുള്ളവർ ടാർഗറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അവരുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നും മാറ്റിയെടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും മാറ്റിക്കൊണ്ടുവരിക എന്നുള്ള ഒരു ഇതാണ്. അതായത് ഈ പേഴ്സണെയും നിങ്ങളെയും തമ്മിൽ തല്ലിപ്പിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ശത്രുക്കളുടെ ഏറ്റവും വലിയ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായപ്പോഴും, ഓരോ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ആണ് ഉണ്ടായിരുന്നത്. അതായത് നിങ്ങളെ കൂടുതൽ തെറ്റിദ്ധരിക്കുകയും നിങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ നെഗറ്റീവ് കൊണ്ടുവരികയും ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അപ്പോൾ അത് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റിയിരുന്നില്ല. അതായത് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ കുറ്റക്കാരാവുകയും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എന്താ പറയാ, നിങ്ങൾ ഒരു മോശമായിട്ടുള്ള ഒരു ക്യാരക്ടർ ആവുകയും അത് മറ്റുള്ളവരെ നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സണെ കൊണ്ട് നെഗറ്റീവ് പറയിപ്പിക്കുകയും ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അത് നിങ്ങൾ പല രീതിയിലും ഈ വ്യക്തിയായിട്ട് സംസാരിച്ച് പരിഹരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ഈ പേഴ്സൺ നിന്ന് തരികയോ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ സ്വസ്ഥമായിട്ട് നിന്നുകൊണ്ട് കേൾക്കാനോ തയ്യാറായിരുന്നില്ല. ഇത് മറ്റുള്ളവരുടെ മാനിപ്പുലേഷൻ കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് ഒന്നും സത്യമല്ല എന്നുള്ളതും ഈ പേഴ്സന്റെ മുന്നോട്ടുള്ള ജീവിതത്തെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുകയും നിങ്ങളിൽ നിന്നും അകന്നു പോകാനുള്ള കാരണങ്ങൾ ഉണ്ടാവുകയും നിങ്ങൾക്കിടയിൽ അകൽച്ചകൾ സൃഷ്ടിക്കപ്പെടുകയും ഈ റിലേഷൻഷിപ്പ് കൂടുതൽ പരാജയത്തിലേക്ക് പോവുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഈ പേഴ്സൺ ഒരിക്കലും അതൊരു
നേട്ടമായിട്ട് കാണുന്നില്ല, ഒരു ശാപമായിട്ടാണ് കാണുന്നത്. തൻ്റെ സ്വന്തം തെറ്റ് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു പെൺകുട്ടി തൻ്റെ കണ്ണുകൾ കെട്ടിയിട്ടുണ്ട്, മറ്റാരൊക്കെയാണ് കെട്ടിക്കൊടുത്തിരിക്കുന്നത്. ആ കെട്ടിയിരിക്കുന്ന കണ്ണുകൾ അഴിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം ഈ പേഴ്സന്റെ കണ്ണ് കെട്ടിവെച്ചിരിക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു, അത് മറ്റാരൊക്കെയാണ് കെട്ടിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള എനർജി കിട്ടിയിരുന്നില്ല, നിങ്ങളെ കാണാൻ സാധിച്ചിരുന്നില്ല, നിങ്ങളെ അടുത്തറിയാൻ ശ്രമിച്ചിട്ടില്ല, അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ പേഴ്സൺ പുറത്തോട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ കണ്ണു തുറക്കുന്നുണ്ട്, ചുറ്റുപാടും നോക്കുന്നുണ്ട്, നിങ്ങളുടെ സാന്നിധ്യത്തിന് താല്പര്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് തന്നെയായിരുന്നു തെറ്റ്, നിങ്ങൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ക്യാരക്ടർ ആണോ എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ പേഴ്സണിന് വേണ്ടിയിട്ട്, കാരണം ഈ പേഴ്സൺ ഇത്രയും കാലം ഒരുപാട് നോൺസെൻസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സമയം കളഞ്ഞിരുന്നത്. അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ കുശുമ്പും കുന്നായ്മ ആയിരിക്കാം, മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്ന തെറ്റിദ്ധാരണകളായിരിക്കാം, മറ്റുള്ളവർ എന്തെങ്കിലും നെഗറ്റീവൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ കേൾക്കുക, അനുസരിക്കുക. ചിലപ്പോൾ ഈ പേഴ്സന്റെ അമ്മ തന്നെ ആയിരിക്കാം ഈ പേഴ്സന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത്. അത് ഇറ്റ്സ് എ ജനറൽ റീഡിങ്, എല്ലാവരുടെ അമ്മമാര് പ്രശ്നക്കാരാണെന്നല്ല പറഞ്ഞു വരുന്നത്, പക്ഷെ നെഗറ്റീവായിട്ടുള്ള അമ്മമാരും പാരൻസും ഉണ്ട്. അപ്പം ചിലപ്പോൾ അവര് പറയുന്നതായിരിക്കും ഈ പേഴ്സൺ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടായിരിക്കാം ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത്. അവർ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകാനും അവർക്ക് പ്രാധാന്യം കൊടുക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനോ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാനോ ഒന്നും തന്നെ ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ പേഴ്സന്റെ ഒരുപാട് വിലപ്പെട്ട സമയം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് ഈ പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട്. ചിലപ്പോൾ മര്യാദക്ക് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയായിരിക്കാം, ഒരു വ്യക്തിയായിരിക്കാം ഈ പേഴ്സൺ, അല്ലെങ്കിൽ നന്നായിട്ട് ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ അതിലേക്കൊന്നും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാതെ മുഴുവനുമായിട്ടുള്ള ചിന്തകളെല്ലാം നഷ്ടപ്പെട്ടു പോവുകയും എന്താ പറയാ, ഒരു മണ്ടത്തരം, അതായത് നമ്മൾ മണ്ടത്തരം കേട്ട് മുന്നോട്ട് പോവുക എന്ന് പറയില്ല, നമ്മുടെ വിലപ്പെട്ട സമയമെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് മണ്ടത്തരങ്ങൾ കേട്ടിട്ട് മുന്നോട്ട് പോവുക എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു എനർജിയിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് മസ്റ്റായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രഷ്യസ് ടൈം, അതായത് ഈ പേഴ്സന്റെ യഥാർത്ഥ സമയം എന്തായിരുന്നു, ഈ പേഴ്സന്റെ ആ ഒരു വിലപ്പെട്ട സമയം സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ പേഴ്സന്റെ എനർജി ഇപ്പോൾ നിങ്ങളിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് ട്രൂ ലവ് ആണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ യാതൊരു കാരണവശാലും ഒരു യഥാർത്ഥ പ്രണയം ഈ വ്യക്തിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും പ്രവർത്തിച്ചാലും ഈ പേഴ്സണോട് നിങ്ങൾ എത്ര നന്നായിട്ട് മാന്യം മര്യാദയായിട്ട് പെരുമാറിയാലും ഈ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങളുടെ അഭിനയമാണ്, നിങ്ങൾ ഫേക്കാണ്, ഫ്രോഡാണ് എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത്. കാരണം മറ്റുള്ളവരുടെ, ഇപ്പം നമ്മൾ തലയണ മന്ത്രം എന്നൊക്കെ പറയണ പോലെ മറ്റുള്ളവരുടെ ഉപദേശം കേട്ടിട്ട് ആ ഒരു നെഗറ്റീവ് എനർജിയിൽ എന്താ പറയാ ഇരുന്നിരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്താലും എന്താണ് അത് നെഗറ്റീവായിട്ട് കാണുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, നെഗറ്റീവാണ്. അപ്പോൾ ഈ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾ നെഗറ്റീവാണ്, നിങ്ങൾ ചെയ്യുന്നെല്ലാം തെറ്റുകുറ്റങ്ങളാണ്, നിങ്ങൾ എന്ത് ചെയ്താലും ഇഷ്ടപ്പെടാത്ത അവസ്ഥ, ഇതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളോടുള്ള എനർജി എന്ന് പറയുന്നത് ട്രൂ ലവ് ആണ്. അതായത് ആത്മാർത്ഥ പ്രണയമാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന എനർജി. അപ്പോൾ അത് ഈ പേഴ്സൺ നിങ്ങളെ എത്തിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എവിടെയാണോ, ഏത് സാഹചര്യത്തിലാണോ ഉള്ളത് ആ ഒരു സാഹചര്യത്തിലേക്ക് വരാനും നിങ്ങളെ എത്തിപ്പിടിക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ നിങ്ങളാണ് ഈ പേഴ്സന്റെ പുറകെ പോയിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സണെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുക, ഈ പേഴ്സണായിട്ട് സംസാരിക്കാൻ നോക്കുക. പക്ഷെ ഈ പേഴ്സൺ യാതൊരു തരത്തിലും നിങ്ങൾക്ക് പിടി തന്നിരുന്നില്ല, ദൂരേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഇപ്പോൾ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ, ഇപ്പോഴല്ല, ഒരു പാസ്റ്റ് എനർജിയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പേഴ്സന്റെ പണ്ടത്തെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ ഓൾ ടൈഡ് അപ്പ് സിറ്റുവേഷൻ ആണ്. നമ്മളിപ്പോൾ ഒരു വ്യക്തിനെ, ആ വ്യക്തിയുടെ മുഖം കെട്ടി, കണ്ണ് കെട്ടി, കൈയും കാലും ഒക്കെ കെട്ടി വെച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ പേഴ്സന്റെ അവസ്ഥ? സ്വന്തമായിട്ട് ആ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല.
ആ ഒരു അവസ്ഥയായിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. കാരണം നമ്മൾ ഈ ഒരു പോർഷൻ നമ്മൾ പാസ്റ്റ് എനർജിയാണ് നോക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണ് സംഭവിച്ചിട്ടുള്ള മണ്ടത്തരങ്ങൾ, അല്ലെങ്കിൽ ഈ പേഴ്സൺ ചെയ്തിരുന്ന തെറ്റുകുറ്റങ്ങൾ, ഇത് നമുക്ക് നല്ല രീതിയിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ തെറ്റുകുറ്റങ്ങളിൽ അല്ലെങ്കിൽ ആ മണ്ടത്തരങ്ങളിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ പേഴ്സൺ മറ്റുള്ളവർക്ക് ഈ പേഴ്സന്റെ എല്ലാ വിധത്തിലുള്ള പവറും എല്ലാ വിധത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും എല്ലാം മറ്റുള്ളവർക്ക് എഴുതി കൊടുത്തു. അതായത് ഇപ്പൊ നമ്മൾ ചില ആൾക്കാരൊക്കെ പറയണ കേട്ടിട്ടില്ലേ, എന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയുമാണ്, അല്ലെങ്കിൽ എൻ്റെ ചേച്ചിയാണ്, അല്ലെങ്കിൽ എൻ്റെ അനിയത്തിയാണ്, അല്ലെങ്കിൽ എൻ്റെ ചേട്ടനാണ്, ഇവരാണ് എൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ആണ്, ഇവരാണ് എൻ്റെ എല്ലാ കാര്യവും തീരുമാനിക്കുന്നത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ നിന്നിരുന്നത്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ അടിമയായിട്ട് പോയിരുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു കാര്യവും നേടിയെടുക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ഈ പേഴ്സൺ ചെയ്തിരുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർ പണിയെടുപ്പിക്കുന്നതാണോ, അല്ലെങ്കിൽ ഈ പേഴ്സൺ സ്വന്തമായിട്ട് കുറെ പണിയെടുക്കുന്ന ജോലി ചെയ്യുന്നതാണോ എന്നറിയില്ല. ഈ പേഴ്സന്റെ സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ, സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ പോലും നോക്കാതെ ഈ വ്യക്തി ഒരുപാട് ഓവർ ടൈം എടുക്കുകയും ഒരുപാട് ജോലികൾ ചെയ്യുകയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടിയാണോ ഈ പേഴ്സൺ ജോലി ചെയ്തിരുന്നതെന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ചിലപ്പോൾ 1, 2, 3 ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നു. ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്, സ്വന്തം കാര്യങ്ങൾ നോക്കുന്നില്ല, സ്വന്തം ലൈഫ് നോക്കുന്നില്ല, നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല, നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുന്നില്ല. ഈ പേഴ്സൺ ചിലപ്പോൾ ഈ പേഴ്സന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടായിരിക്കാം ജോലി ചെയ്യുന്നത്. ചിലപ്പോൾ ജോലി ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള വ്യക്തികൾ ഈ പേഴ്സന്റെ വീട്ടിലുണ്ടാകാം, പക്ഷെ അവരെയും കൂടി തീറ്റിപ്പോറ്റേണ്ട ഒരവസ്ഥ ഈ പേഴ്സൺ ഉണ്ടാകും, അവർക്കും കൂടി ചെലവിന് കൊടുക്കേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ അവരുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഈ പേഴ്സന്റെ തലയിൽ കൊണ്ടുവിടുന്ന അവസ്ഥ, ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ചെയ്തിട്ടുള്ള ഒരു ലോക മണ്ടത്തരമാണ്. ഇപ്പോൾ ഈ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ലവർ ആകാം, അല്ലെങ്കിൽ അച്ഛനും ഈ പേഴ്സൺ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ആകാം. അപ്പൊ നിങ്ങളെ കെയർ ചെയ്യേണ്ട ഒരു രീതിയും ഈ പേഴ്സൺ ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അതായത് കുറെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ആർക്കോ വേണ്ടി ഒരു മാടിനെ പോലെ കുറെ പണിയെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് മറ്റുള്ളവർക്കായിരിക്കണം ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായിരുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് മാത്രമല്ല ഇവിടെ വിശ്വാസങ്ങൾ ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. ഈ പേഴ്സൺ ഒരുപക്ഷെ അന്ധവിശ്വാസത്തിന് അടിമയായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു എനർജി. ഓക്കെ, അതായത് ഇപ്പോൾ അത് കുടുംബക്ഷേത്രം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ്, അല്ലെങ്കിൽ ഒട്ടും തന്നെ ചെലവ് ചെയ്യാത്തൊരവസ്ഥ, തൊട്ടേനും പിടിച്ചേനും ഒക്കെ വിശ്വാസം നോക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ട്രഡീഷൻസ്, ഒരുപാട് വിശ്വാസങ്ങൾ, ചിലപ്പോൾ നിങ്ങൾ 2 പേരും വ്യത്യസ്ത മതത്തിൽ നിന്നും വരുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഇവർക്ക് കുറച്ച് കൂടുതൽ വിശ്വാസമുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഇവരുടെ ഫാമിലിയിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഇനി ബ്ലാക്ക് മാജിക് എനർജി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ഓവറായിട്ട് കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല കുറച്ച് ദുരഭിമാനമുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറയുന്ന പോലെ അധികമായാൽ അമൃതും വിഷമാണെന്ന് പറയുന്ന പോലെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായിട്ടുള്ളൊരു ഫാമിലീനെ പുകഴ്ത്തല്, അതായത് എൻ്റെ കുടുംബം, എൻ്റെ വീട്ടുകാര്, എൻ്റെ അച്ഛനും അമ്മയും, എൻ്റെ കൂട്ടുകാര്, എൻ്റെ നാട്ടുകാര്, അങ്ങനത്തെ ഒരു ഓവർ പ്രൈഡ് ഈ പേഴ്സൺ ഉണ്ടായിരുന്നു. അത് ഓവറായിരുന്നു, മനസ്സിലായോ? അത് ഓവറായിരുന്നു. ഈ പേഴ്സൺ ഓവറായിട്ടുള്ള അറ്റാച്ച്മെന്റ് അവരോട് ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സണെ വിനയാക്കി, അത് ഈ പേഴ്സണെ കൊണ്ട് തന്നെ ദുരുപയോഗം ചെയ്യിപ്പിച്ചു എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനും ഈ പേഴ്സൺ മനസ്സിൽ വെച്ചിരുന്നു. അപ്പൊ നിങ്ങളുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഈ പേഴ്സണോട് പറയാണ്, എനിക്ക് വേണ്ടി ചെലവഴിക്കാൻ ഒരല്പം പോലും സമയമില്ലേ, അല്ലെങ്കിൽ എനിക്ക് സമയം തന്നാൽ എന്താണ്, എനിക്ക് പ്രാധാന്യം തന്നാൽ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ പേഴ്സൺ ഒരുപക്ഷെ ഈ പേഴ്സന്റെ വീട്ടുകാരാണ് വലുത്, അവരാണ് വലുത്, ഇവരാണ് വലുത്, ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഈ പേഴ്സൺ വിചാരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഈ പേഴ്സൺ ചെയ്തിരുന്ന മണ്ടത്തരങ്ങളിൽ ഒന്നാണ്. ഓക്കെ, ആൻഡ് ഓൾസോ ഇവിടെ ഇപ്പൊ നോക്കുന്നത് നിങ്ങളിലേക്കുള്ള ഒരു ട്രാക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ലവ് ട്രാക്കിലേക്ക് വരിക എന്നൊക്കെ പറയുന്നത് പോലെ
സ്വന്തമായിട്ടുള്ള കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ അവനവന്റെ ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുകയാണെന്നും നിങ്ങൾക്ക് പ്രാധാന്യം തരുന്നതാണ് ബുദ്ധിയെന്നും ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതൊരു ട്രാക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ഒരു എനർജിയിലേക്ക് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പേഴ്സൺ ഇപ്പോൾ വിദേശത്തായിരിക്കാം, കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നു. ഇവിടെ ഒരു യാത്രേനെയാണ് സൂചിപ്പിക്കുന്നത്. യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ലൈറ്റ് ആക്ടിവേഷൻ ആണ്, അതായത് ഇന്റേണൽ ഗൈഡൻസ് ആണ്, സ്വയം അറിവാണ് കാണിക്കുന്നത്. ലൗഡ് ആൻഡ് ക്ലിയർ ആണ്, അതായത് ഒരു വെളിച്ചം പോലെ, വളരെയധികം എനർജി പോലെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് തിരിച്ചറിവുകൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അത് സ്വയം അറിവാണ്, സ്വന്തമായിട്ട് വന്നിരിക്കുന്ന തിരിച്ചറിവുകളാണ്. അത് ചിലപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കണമെന്നില്ല, സ്വന്തമായി കണ്ടുപിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു എനർജി. ഓക്കെ, അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് കണ്ടെത്തുവാനും ഒരുപാട് കാര്യങ്ങളിൽ തിരിച്ചറിവ് ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഈ വ്യക്തിക്ക് മനസ്സിലാകാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഇത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ ഈ പേഴ്സന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ എന്തൊക്കെയാണോ അത് തിരിച്ചറിഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അത് തെറ്റാണ്, ഈ പേഴ്സൺ ചെയ്തത് തെറ്റാണ് എന്ന് ഈ പേഴ്സന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെ മാത്രമാണ് ഈ വ്യക്തി എന്തിനാ ജീവിക്കണേന്ന് പോലും മനസ്സിലായിട്ടുള്ളത്. അല്ലാത്ത പക്ഷം ആർക്കോ വേണ്ടി ജീവിക്കുന്ന പോലെ ആയിരുന്നു ഈ പേഴ്സൺ ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് ഈ വ്യക്തിക്ക് അത് മനസ്സിലായി തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, ലെറ്റർ സി കിട്ടിയിട്ടുണ്ട്, നയൻ, ടെമ്പിൾ, വർക്ക് അഡിക്ഷൻ, കാർത്തിക നാള്, ഇറിറ്റേറ്റഡ്, ടോറസ്, ആംഗ്രി ഇഷ്യൂസ്, 111, 669996. ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോസിറ്റീവായിട്ട് പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.